ഈ മാസം 27-ന് നടക്കുന്ന NDA പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വലിയ ജനപിന്തുണയാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും നിരവധി പേർ പാർട്ടിയിലേക്ക് പുതുതായി അണിചേർന്നതായും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കിരൺകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ്, ഇത്തവണ തലസ്ഥാനത്തേക്ക്. അനു, ഈ വർഷം തുടക്കത്തിൽ തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും 27-ാം തീയതി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന കേരള പദയാത്ര അത് തിരുവനന്തപുരത്ത് ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നുള്ളൊരു വിവരമാണ് ഏതായാലും നേരത്തെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ മാസം 2 തവണയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുന്നത്. ആദ്യം തൃശ്ശൂരിൽ മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ കൊച്ചിയിൽ റോഡ് ഷോയിലും ഒപ്പം തന്നെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ ആയിട്ടുള്ള പരിപാടി, ഇങ്ങനെ 2 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ 3-ാം തവണയും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ BJPക്ക് ശക്തി പകരുകയും ഒപ്പം തന്നെ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 27-ാം തീയതിയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുക. നേരത്തെ തന്നെ ഈ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി NDAയുടെയും ഒപ്പം തന്നെ BJPയുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കും എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ ഇതിൻ്റെ സംഘാടകർ ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നതാണ്. മാത്രവുമല്ല, ഈ സമ്മേളനത്തിൻ്റെ ഈ തുടക്കഘട്ടങ്ങളിൽ തന്നെ, അതായത് ഇതിൻ്റെ ഉദ്ഘാടനത്തിലും ഒപ്പം തന്നെ ഇടയ്ക്കെല്ലാം തന്നെ നിരവധി നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ഈ കേരള പദയാത്രയുടെ സമാപന സമയത്ത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളൊരു വിവരമാണ് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. കിരൺ, ഇന്ന് കേരള പദയാത്രയുടെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എപ്രകാരമാണ്? അനു, ഇന്ന് കേരള പദയാത്ര നടത്തുന്നത് ഇത് ചാലക്കുടി മണ്ഡലത്തിലാണ് ഇന്ന് പദയാത്ര നടക്കുന്നത്. രാവിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷമാണ് കെ സുരേന്ദ്രൻ യാത്ര ആരംഭിച്ചത്. അതിനുശേഷം മാളയിൽ വെച്ച് പൗരപ്രമുഖർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അങ്കമാലിയിൽ എത്തിയതിനു ശേഷം അങ്കമാലിയിൽ വിമോചന സമരകാലത്ത് ഇടത് സർക്കാരിൻ്റെ പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, അതായത് അങ്കമാലി വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ അവരുടെ ശവകുടീരത്തിൽ സന്ദർശിക്കുകയും അവിടെ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങ് നടന്നു. ഇതിന് ശേഷം പിന്നീട് മാധ്യമങ്ങളെ കാണുകയുണ്ടായിരുന്നു. ഇനി വൈകിട്ട് 3 മണിക്കാണ് 4 മണിയോടുകൂടിയാണ് ഈ സമാപന പരിപാടികളിലേക്ക് കടക്കുക. ഇന്ന് വൈകിട്ട് 4 മണിക്ക് അങ്കമാലിയിൽ വെച്ചാണ് ഇതിൻ്റെ സമാപന പരിപാടി ഉണ്ടാവുക. വൈകിട്ട് ഏകദേശം 3:30 തന്നെ ഇതിൻ്റെ സമാപന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പദയാത്ര ആരംഭിക്കും. അത് അത്താണിയിൽ നിന്നാണ്, അങ്കമാലിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നീട് അത്താണിയിലേക്കാണ് ഈ യാത്ര ചെയ്യുന്നത്. അത്താണിയിൽ വെച്ചാണ് ഇതിൻ്റെ സമാപന പരിപാടി നടക്കുക. ശരി, കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.